എല്ലാവർക്കും എയർ വീഡിയോസിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് നിങ്ങൾ തമ്പനയിൽ നേരത്തെ കണ്ടു കാണും, പാതിരാമണിലാണ്. അങ്ങ് സൈഡിൽ കാണാൻ പറ്റും. ക്യാമറയിൽ വലിയ വ്യൂ ഒന്നും കാണത്തില്ല, അപ്പോൾ നമുക്ക് അടുത്ത് കാണിച്ചു തരുന്നല്ലോണം. പിന്നെ ഫസ്റ്റ് ടൈം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ആ വിശേഷങ്ങളിലൊക്കെ പോകാം. ഓക്കെ, നമ്മൾ ഈ വള്ളത്തിലാണ് കേട്ടോ പോകാൻ പോകുന്നത്. വെള്ളം ഞാൻ കാണിച്ചു തരാം. ഇതാണ് വെള്ളം പോകാൻ പോകുന്ന വെള്ളം, ഇതാണ് കേട്ടോ. അതെ, നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ പോകുന്നത് വള്ളത്തിലാണ് കേട്ടോ പോകുന്നത്. എൻജിൻ വെള്ളത്തിലാണ് പോകുന്നത്. കുറച്ച് പായലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒത്തിരി പക്ഷികളൊക്കെ ഉണ്ട്. ടൂറിസ്റ്റൊക്കെ വരുന്നതാണ് ഇവിടെ. ഒത്തിരി ടൂറിസ്റ്റൊക്കെ വരുന്നതാണ്. പിന്നെ ഹൗസ് ബോട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഹൗസ് ബോട്ടൊക്കെ റണ്ണിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഹൗസ് ബോട്ടൊക്കെ പോകാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ ഹൗസ് ബോട്ടിൻ്റെ ഓണറിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ കോൺടാക്ട് ചെയ്ത് വന്നാൽ മതി കേട്ടോ. പിന്നെ അവിടെ നിന്നാണ്, ആ സൈഡിൽ നിന്നാണ് കേട്ടോ ഈ പാതിരാമണിയോട്ടുള്ള ടൂറിസ്റ്റിനൊക്കെ വരുന്നത്. 400 രൂപ കണ്ടുമാണ് അവിടുത്തെ ഫീസ് എന്ന് പറയുന്നത്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ബോട്ട് സർവീസിൻ്റെ. അപ്പോൾ താല്പര്യമുള്ളവർ ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ കേട്ടോ. നമ്മളത് കുറച്ച് അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. പാതിരാമണൻ്റെ വരുമാനം അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് കാണാം കേട്ടോ. നല്ല വ്യൂസ് നമുക്ക് കാണിച്ചു തരാം. അതിനിപ്പോൾ നമുക്ക് ഇതിൻ്റെ റൗണ്ടൊന്ന് ചുറ്റി കാണാം കേട്ടോ. എങ്ങനെയാണ് എൻ്റെ മനോഹാരിത എന്ന് നമുക്ക് ചുറ്റി കാണാം. ഔട്ട് സൈഡിൽ നിന്ന് ചുറ്റി കാണാം കേട്ടോ.
കുറവായിരിക്കും. പക്ഷേ ഇവിടെയൊക്കെ നല്ല കണ്ടൽക്കാടുണ്ട്. മൊത്തം കണ്ടൽക്കാടും വലിയ പക്ഷികളൊക്കെ ഉള്ളതാണ് കേട്ടോ. ടൂറിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അവർക്ക് ടൂറിസ്റ്റൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ് കേട്ടോ. അവർ വരുന്ന ആ സൈഡിൽ നിന്നാണ്. ഈ വള്ളത്തിലാണ് കേട്ടോ അവരെ കൊണ്ടാക്കുന്നത്. 400 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അവർ നമ്മൾ കോൺടാക്ട് ചെയ്യാണ്ട് പറയും. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറുണ്ട്, ആ ടൈമിനുള്ളിൽ നമുക്ക് നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് വരാൻ പറ്റും. ഈ വള്ളത്തിലാണ് കേട്ടോ ഇവർ കൊണ്ടാക്കുന്നത് ഇങ്ങോട്ടൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാതിരാമണലിലാണ് കേട്ടോ. പാതിരാമണലിൻ്റെ എൻട്രി ആണ് ഈ കാണുന്നത്. ഇതാണ് കേട്ടോ പാതിരാമണലിൻ്റെ വീട്ടിലെ എൻട്രി. അവിടെ മൊത്തം കല്ല് പാകി നല്ല വൃത്തിയൊക്കെ വെച്ചേക്കാണ് കേട്ടോ. കണ്ടോ ഇവിടെ കാണാൻ പറ്റിയ ടൂറിസ്റ്റുകൾക്ക് വന്ന സ്ഥലം കാണാൻ കേട്ടോ. ടൂറിസ്റ്റ് 400 സംതിങ്ങേ ഉള്ളൂ ആ ഒരു ബോട്ടിന് യാത്ര. 400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബോട്ടിൽ നമുക്ക് വരാൻ പറ്റും. വലിയ ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ തന്നെ വലിയ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നേരെ ഓപ്പോസിറ്റ് തന്നെ പറയുന്നത് ഐൻസ്റ്റീൻ ബോട്ടിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. നമുക്ക് എന്തായാലും 11 അകത്തോട്ടൊന്ന് പോയി കയറുന്നുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ പാതിരാമണലിൻ്റെ ആ ഒരു വിസ്തൃതിയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ട് ആ ബോർഡ്. ആ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. കർണാടക പഞ്ചായത്തിലുള്ളതാണ്, പഞ്ചായത്തിലുള്ളതാണ്. പിന്നെ നമ്മൾ ഏറ്റവും വലുതായിട്ട് ചെയ്യേണ്ടത് ഈ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ ഇട്ട് കൂട്ടുന്നുണ്ട്. അത് നമ്മൾ ചെയ്യരുത്. ഇതിൽ ഏറ്റവും വലിയൊരു പാവമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ആ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നിങ്ങൾ കൊണ്ടുവരുന്ന കുപ്പിയൊക്കെ അതേപോലെ തന്നെ എടുത്ത് തിരിച്ച് കൊണ്ടുപോകണം. ഇവിടെ ഇങ്ങനെ ഇട്ട് നശിപ്പിക്കരുത്. ഇതുണ്ട് ഈ ഒരു ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾ നശിപ്പിക്കുന്നത് ചുമ്മാ കൂട്ടിയിട്ടൊക്കെ പ്ലാസ്റ്റിക് ഇല്ല. അപ്പോൾ എന്തായാലും ഇനി അങ്ങനെ നിങ്ങൾ വരുന്നവർ ഇനി അങ്ങനെ ആരും ഒരിക്കലും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോകാം. അതിൻ്റെ ആ ഒരു മനോഹാരിത കാണാം. എൻ്റെ ഇവിടെ മൊത്തം നല്ല വൃത്തിയായിട്ട് അവർ കല്ലൊക്കെ പാകി നമുക്ക് പോകാനുള്ള വഴി മൊത്തം കല്ല് പാകിയിട്ടുണ്ട്. ഇതിൽ കയറിയിട്ട് തന്നെ നല്ലൊരു കൂളിംഗ് ആണ് കേട്ടോ നമുക്ക് അനുഭവപ്പെടുന്നത്. നല്ല കൂളായിട്ടുള്ള സ്ഥലമാണ്. ഇഷ്ടംപോലെ പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മനോഹരം. നമ്മളൊരു ഒരു വൈൽഡ് ഫോറസ്റ്റിലോട്ട് കയറുന്ന ഒരു ഫീലാണ് നമുക്ക് വേണ്ടി കയറി കഴിഞ്ഞാൽ തന്നെ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്താൽ നമ്പറിൽ വിളിച്ചാൽ മതി. എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഈ ബോട്ടുകാരുടെ നമ്പർ കൊടുക്കാം. അപ്പോൾ അവരൊന്ന് കോൺടാക്ട് ചെയ്താൽ കേട്ടോ. റിലാക്സ് ചെയ്യാനായിട്ടാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല രസമായിരിക്കും. ഭയങ്കര ശാന്തമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ആരുടെയും ശല്യമില്ല, ഒന്നുമില്ല. കൂളായിട്ട് നമുക്ക് വന്നിട്ട് പോകുന്ന സ്ഥലമാണ്. പിന്നെ വന്നവർ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ്. കൊണ്ടുവരുന്ന കുപ്പിയും കാര്യങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുപോകുക കേട്ടോ. അത് നിങ്ങൾ എല്ലാവരും കൊണ്ടുവരുന്ന സാധനം തന്നെ തിരിച്ച് ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്തു കേട്ടോ. പാതിരാമണലിൻ്റെ ആ സൈഡിൽ കൂടി നടന്നു ഒരുപാട്. അതിൻ്റെ ആ ഒരു കയ്യേറിയുടെയൊക്കെ സൈഡിൽ കൂടി ഇങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നിങ്ങളൊന്ന് വന്ന് നോക്കണം കേട്ടോ. ഈ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞു തന്നതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വന്ന് കാണണം. നമ്മുടെ കേരളത്തിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ഉണ്ടായിട്ട് നിങ്ങൾ വരാതിരിക്കരുത്. അധികം ചാർജൊന്നും ആകത്തില്ല. ആലപ്പുഴ ജില്ലയിൽ മുഹമ്മയിൽ കായിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കിടക്കുന്ന ഈ സ്ഥലമുള്ള. അവിടെ നിന്ന് കുറച്ച് കിഴക്കോട്ട് വന്നാൽ മതി. കായിപ്പുറത്ത് നിന്ന് ആരടി ചോദിച്ചാലും പറയും. പാതിരാമണലിലോട്ട് പോകുന്ന വഴി ഇങ്ങനെ ആരടി ചോദിച്ചാലും പറയും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ റൂട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ചെക്ക് ചെയ്യുക. പിന്നെ ഈ വള്ളത്തിൻ്റെ കാര്യങ്ങൾ, വള്ളത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവരുടെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് എൻക്വയറി ആയിട്ടൊന്ന് വന്നാൽ മതി. എല്ലാ ദിവസവും അവരുണ്ട്. ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നതാണ് കേട്ടോ ഇവിടെ. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ. ഭയങ്കര സൈലൻ്റ്, നല്ല സൈലൻ്റ് ആയിട്ടിരിക്കുന്ന പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫീല് മനസ്സിലാവുള്ളൂ. നല്ല കൂളാണ്. നമ്മളൊരു തിക്ക് ഫോറസ്റ്റിലോട്ട് കയറുന്നത് എങ്ങനെയാണോ അതിൻ്റെ ഫീൽ എങ്ങനെയാണോ ആ സെയിം ഫീലാണ്. വൈൽഡ് ആനിമൽസ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു സെയിം ഫീലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു പ്ലേസാണ്. പിന്നെ അവിടെ ടൂറിസ്റ്റൊക്കെ ഇപ്പോൾ ഈ കൊറോണ സീസണായിട്ട് തന്നെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നും പോയി നിൽക്കുവാണ്. അതിന് ടൈം കൂടെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ ഒരു വള്ളത്തെ 2 മണിക്കൂർ 1.5 മണിക്കൂർ ആ ഒരു സമയം കിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു.
അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ തന്നെ അറിയാം, നല്ല സമാധാനമായിട്ട് കിട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കിവിടെ ഇഷ്ടംപോലെ പക്ഷികളുണ്ട് കേട്ടോ, നൂറുകണക്കിന് പക്ഷികളുള്ള ഒരു പ്ലേസാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. Set your place on fire. Let's get higher. Get a little bit of gasoline. Welcome to another crime scene. Get a little bit of gasoline. Welcome to another crime scene. Get a little bit of. I'ma make it burn. I'ma make it burn. I'ma make. ഒരു ഗുരുമന്ദിരം ഉണ്ട് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ കാണാനായിട്ട്. അത് നല്ലൊരു പ്ലേസിലായിരിക്കുന്നത്. ഗുരുമന്ദിരം ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എന്തോ കാര്യങ്ങൾ സ്ഥാപിച്ചതാണ്, എന്ത് സംഭവം എന്ന് നടക്കില്ല നമുക്ക് കറക്റ്റായിട്ട്. പക്ഷേ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിലായിരിക്കും. ഇവിടെ നിന്ന് നടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാനുള്ളൊരു കാഴ്ച അതാണ് കേട്ടോ. നമുക്കൊരു നല്ലൊരു ഗുരുമന്ദിരം കാണാനുണ്ട് അവിടെ ചെല്ലുമ്പോൾ. നമുക്ക് എന്തായാലും അതൊന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ. ഗുരുമന്ദിരം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഗുരുവിൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കിണറുണ്ട് കേട്ടോ ഇവിടെ. കിണറുണ്ട്. ആ കിണറൊക്കെ ആൾക്കാർ വന്ന് നശിപ്പിക്കും കേട്ടോ. കിണർ നോക്കി നശിപ്പിക്കും. നമുക്ക് വേസ്റ്റൊക്കെ കൂട്ടിയിട്ട് കിണറിനകത്ത്. നേരത്തെ ഞങ്ങൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ വരുമ്പോൾ നമുക്ക് മൊത്തം വെള്ളമായിരുന്നു കേട്ടോ കിണർ, നല്ല വെള്ളമായിരുന്നു. ഇപ്പോൾ അത് മൊത്തം വേസ്റ്റ് ഇട്ട് നശിപ്പിക്കുക കേട്ടോ കിണർ. ഇനി ആരും ചെയ്യരുത് കേട്ടോ ഒരിക്കലും. നമ്മുടെ തീ കത്തിച്ച് കത്തിച്ചിട്ടൊക്കെ ഉണ്ട്, അങ്ങനെ ഒരിക്കലും ആരും ചെയ്യരുത്. ഇതാണ് ഞാൻ പറയുന്നത് ശ്രീനാരായണ ഗുരു എൻ്റെ ഒരു മന്ത്രം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അടച്ചിട്ടേക്കാണ് കേട്ടോ, അത് അടച്ചിട്ടേക്കുണ്ട്. സമയത്ത് ഉറക്കം തോന്നും കേട്ടോ. ഇത് എൻ്റെ ടൈം നോക്കി നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന പ്ലേസാണ്. തുറന്നൊരു ചെറിയൊരു മൈതാനം പോലെയല്ല, ഇങ്ങനെ നോക്കിയാൽ നമ്മളുടെ കായലിലൊരു വ്യൂയൊക്കെ ഉണ്ട്. ഈ ഒരു പോയിന്റിൽ നിൽക്കുകയാണെങ്കിലോ രാവിലെ വരുവാണെങ്കിലുണ്ടോ, അല്ലെങ്കിൽ മോർണിംഗ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സൺറൈസ് കാണാൻ പറ്റും കേട്ടോ. നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും. ഇവിടെ സൺറൈസ് കാണാൻ പറ്റും കേട്ടോ. ആ ഒരു വ്യൂവിലോട്ടാണ് നമ്മുടെ ഗുരുമന്ദിരവും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നല്ല ഒരു വ്യൂ പോയിന്റിലോട്ടായിരിക്കും. നമുക്ക് വെളുപ്പിനാണ് അവിടെ ഒരു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് കയറാൻ പോകുന്നു കേട്ടോ കാട്ടിൻ്റെ. നമുക്ക് നോക്കാം, അതിൻ്റെ മനോഹാരിത നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട്. നമുക്ക് വെട്ടം കുറച്ച് കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 5:30 ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള വെട്ടം കുറവാണ്. പിന്നെ ഇപ്പോഴും ഇവിടെ എപ്പോഴും ഈ ഒരു വെട്ടമായിരിക്കും കേട്ടോ. എപ്പോഴും ഇത് അത്രയൊക്കെ തിക്കാണ് കേട്ടോ ഇവിടെ. നമ്മൾ നല്ലൊരു വൈറ്റ് ഫോറസ്റ്റിലോട്ട് കയറുന്ന ആ ഒരു ഫീൽ തന്നെയാണ് ഇവിടെ വന്ന് നമ്മൾ കയറി കിട്ടുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ ഒക്കെ മനസ്സിലാകും കേട്ടോ. വേറെ വന്യമൃഗങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. പിന്നെ പാമ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വന്യമൃഗങ്ങളായിട്ടൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു അപ്പോൾ നമ്മളുടെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള ടോയ്ലറ്റാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ അത് ഉപയോഗശൂന്യമാണ്. അത് എന്താ അറിയത്തില്ല, ഈ കൊറോണ സീസൺ ആയതുകൊണ്ടായിരിക്കും ആൾക്കാർ ഉപയോഗിക്കാതെ കിടന്ന് ചീത്തയായിരിക്കാം. നേരത്തെ ഇങ്ങനെ ഗവൺമെൻറ് നല്ലൊരു ഫെസിലിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. വന്ന ടൂറിസ്റ്റുകൾക്കായാലും ആർക്കായാലും ഉപയോഗിക്കാൻ പറ്റിയൊരു ടോയ്ലറ്റാണ് ഇവിടെ തന്നെ. ടോയ്ലറ്റ് 2 ടോയ്ലറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ സ്ത്രീകളായാലും കുട്ടികളായാലും എല്ലാവരും വരുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ ഉപയോഗിക്കായിരുന്നു. ഇപ്പോൾ ഒരു ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസൊക്കെ നശിപ്പിക്കുന്നത്. അപ്പോൾ കാണാൻ വരുന്ന സ്ഥലങ്ങൾ നമ്മൾ ഒരിക്കലും നശിപ്പിക്കാതിരിക്കുക കേട്ടോ. അതിൻ്റെ ഭംഗി കണ്ടിട്ട് പോകാൻ നോക്കുക. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചു കൂട്ടിക്കണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോ ഇടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ബോട്ടിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് വിളിച്ച് എൻക്വയറി ചെയ്തിട്ട് വേണം വരാനായിട്ട് കേട്ടോ. അവിടെ എത്ര മണിയാകുമ്പോൾ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് എത്ര നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള എല്ലാം എൻക്വയറി ചെയ്തിട്ട് വേണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെയും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ. Bye.